നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഒരു മുഖ്യമന്ത്രിയും അനുഭവിക്കാത്ത അത്രയും ആഡംബര അതിസുരക്ഷയിലായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പിണറായി വിജയൻ നടന്നിരുന്നത്. റോഡിലിറങ്ങിയാൽ ജനങ്ങളെ ബന്ദികളാക്കിയുള്ള നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയും ബ്ലാക്ക് കമാൻഡോകളുടെ സുരക്ഷയും. എന്നാൽ സംസ്ഥാനത്ത് ഭരണം മാറി UDF അധികാരമേറ്റതോടെ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ ആ രാജകീയ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും വെട്ടിമുറിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് ഇതുവരെ നൽകിയിരുന്ന കനത്ത Z+ കാറ്റഗറി സുരക്ഷ പൂർണ്ണമായും ഒഴിവാക്കി. മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ പരിഗണനകൾ മാത്രം മുൻനിർത്തി ഇനി മുതൽ Y കാറ്റഗറി സുരക്ഷ മാത്രമായിരിക്കും പിണറായി വിജയന് ലഭിക്കുക. ഈ വൻ സുരക്ഷാ വെട്ടിച്ചുരുക്കലിന്റെ ആകത്തുക എന്താണെന്നും പിണറായിയുടെ വിവാദ ഗൺമാന്മാർക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും നോക്കാം. സുരക്ഷാ വിഭാഗം പുനഃക്രമീകരിച്ചതോടെ പിണറായി വിജയന്റെ കൂടെ ഉണ്ടായിരുന്ന ഔദ്യോഗിക ഗൺമാന്മാർ മുഴുവൻ പുറത്തായി. ഇനി മുതൽ ഗൺമാന്മാർ കൂടെ ഉണ്ടാവില്ല. പകരം വെറും 2 പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അകമ്പടി സേവിച്ചിരുന്ന എസ്കോർട്ട് വാഹനം പൂർണ്ണമായി ഒഴിവാക്കിയെങ്കിലും ഒരു പൈലറ്റ് വാഹനം മാത്രമാണ് ഇനി തുടരുക. അദ്ദേഹത്തിന്റെ വസതിയിലും ഇനി മുതൽ സാധാരണ രീതിയിലുള്ള പോലീസ് സുരക്ഷ മാത്രമാണ് ഉണ്ടാവുക. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നവകേരള യാത്രക്കിടെ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതിയായ മുൻ മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ സന്ദീപിനെ സുരക്ഷാ സംഘത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി എന്നതാണ്. അതിസുരക്ഷ പിൻവലിച്ചതോടെ സന്ദീപ് തിരികെ പോലീസിലേക്ക് മടങ്ങുകയും ചെയ്തു. 2023 ഡിസംബർ 15-നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ഈ ഗൺമാന്മാർ പ്രതിഷേധക്കാരുടെ തലയടിച്ച് പൊട്ടിച്ചത്. അന്ന് പിണറായി വിജയൻ ഇതിനെ ന്യായീകരിച്ചത് രക്ഷാപ്രവർത്തനമെന്നായിരുന്നു. എന്നാൽ പുതിയ സർക്കാർ വന്നതോടെ കേസ് അന്വേഷിക്കാൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ഈ കേസിൽ ഗൺമാന്മാർക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. കേസിന്റെ സാക്ഷിമൊഴികൾ ക്രൈംബ്രാഞ്ച് ഇന്നു മുതൽ രേഖപ്പെടുത്തി തുടങ്ങും. കേസിൽ മറ്റൊരു പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ മാത്രമാണ് ഇപ്പോൾ പിണറായിക്കൊപ്പം തുടരുന്നത്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലും പൊതുവിടങ്ങളിലും 100 കണക്കിന് CPM നേതാക്കളും പോലീസുകാരുമായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും കോട്ട കെട്ടി നിന്നിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് അങ്ങോട്ട് അടുക്കാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്നൊരു ദിവസം അധികാരം നഷ്ടപ്പെടുകയും സുരക്ഷ Y കാറ്റഗറിയിലേക്ക് താഴുകയും ചെയ്തപ്പോൾ പിണറായി വിജയൻ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ യാതൊരുവിധ സുരക്ഷയോ അകമ്പടിയോ ഇല്ലാതെ വെറും സാധാരണക്കാരനെ പോലെ പിണറായി വിജയൻ ഇരിക്കുന്ന ഒരു ചിത്രം നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. വലിയ സുരക്ഷാ സന്നാഹങ്ങളൊന്നുമില്ലാതെ വളരെ ചുരുക്കം ആളുകൾക്കൊപ്പം പിണറായി വിജയൻ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. അധികാരവും ഭരണവും ഉള്ളപ്പോൾ ജനങ്ങളെ അകത്ത് നിർത്തി രാജാവായി നടന്ന ഒരു ഭരണാധികാരിക്ക് കസേര നഷ്ടപ്പെട്ടപ്പോൾ ചുറ്റുമുള്ള സുരക്ഷാ കോട്ടകൾ എങ്ങനെ തകർന്നടിയും എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ. അധികാരത്തിന്റെ കരുത്തിൽ സ്വന്തം ഗൺമാന്മാരെ വിട്ട് നാട്ടിലെ യുവാക്കളുടെ തല തല്ലിപ്പൊളിക്കാൻ മടിക്കാത്ത ഒരു മുഖ്യമന്ത്രിക്ക് ഒടുവിൽ ജനങ്ങൾ തന്നെ ഭരണത്തിൽ നിന്നും ഇറക്കി വിട്ടപ്പോൾ കൂടെ നടക്കാൻ 2 പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാർ മാത്രമായി ഒരുക്കേണ്ടി വന്നു. താൻ ചെയ്ത തെറ്റുകളെല്ലാം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിച്ച പിണറായി വിജയന് ഇന്ന് അതേ ഗൺമാന്മാർ ക്രൈംബ്രാഞ്ച് കേസിൽ കുടുങ്ങി പോലീസിലേക്ക് തിരികെ മടക്കുന്നത് കൺമുന്നിൽ നോക്കി നിൽക്കേണ്ടി വരുന്നു. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏകാധിപതിയായി മാറിയ പിണറായി വിജയൻ Z+ സുരക്ഷയുടെ മറവിൽ സ്വന്തം അണികളെ കൊണ്ട് ഗുണ്ടായിസം കാണിപ്പിച്ച പിണറായി വിജയൻ ഉണ്ടാക്കിയ സുരക്ഷാ കോട്ട ഭരണം പോയപ്പോൾ തകർന്നടിഞ്ഞിരിക്കുകയാണ്. അന്ന് ആ യുവാക്കളെ തല്ലിച്ചതച്ച ഗൺമാന്മാർ ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിട്ട് പോലീസിലേക്ക് മടങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലും ആശുപത്രിയിലും വെറും സാധാരണക്കാരനെ പോലെ വലിയ സുരക്ഷകളില്ലാതെ പിണറായി വിജയൻ ഇരിക്കേണ്ടി വരുന്നത് അധികാരധാർഷ്ട്യത്തിന് കാലം നൽകിയ വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ്.